രാവിലെ തന്നെ ഇറങ്ങാൻ തുടങ്ങിയില്ല, ചുമ്മാ മനുഷ്യന്റെ സമാധാനം കളയാൻ. നമുക്ക് കാര്യം ചെയ്താലോ? ആയിട്ട് ഓഫീസിൽ നിന്ന് വേറെ വഴി നോക്കിയാലോ? ഓ നമ്പി അലർച്ചയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം പോവും. നീ ഇറങ്ങിക്കോടി, കുറച്ച് വർക്കുണ്ട്. എത്ര ടൈം എടുക്കും? സംഭവം ഒരു 15 മിനിറ്റേ ഉള്ളൂ, പക്ഷെ ക്ലയന്റിന്റെ അപ്രൂവലൊക്കെ കിട്ടിയൊരു സമയം എടുക്കും. ഓക്കോ ശരി. പിന്നെ നല്ല ചൂട് കാപ്പി ഉണ്ടാക്കി വെക്കണം. ആടി കുറച്ച് ലൈറ്റായി. ഹേയ് അത് ചെയ്യണമെന്നില്ല. കഴിച്ചോ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. താജു, നീ എത്ര നേരമായി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട്? നിനക്കൊരു പണിയൊന്നും ഇല്ലേ? ഇങ്ങോട്ട് വന്നേ. നല്ല സൂട് കാപ്പി. എന്തടി ചുമ്മാ മുഖം വെറുപ്പിച്ചിരിക്കണേ? നീ ഇത് കാണിച്ചത് വളരെ മോശമായി പോയിട്ടോ. എന്ത്? ആ തലയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നെയോ? അതിനാണ് മുഖം വെറുപ്പിച്ചിരിക്കണേ. നീ ഇതെന്ത് പറഞ്ഞിട്ടാ? അവരുടെ പാസ്റ്റിനെ പറ്റി ഒന്നും നിനക്ക് അറിയാഞ്ഞിട്ടാ. എടി, ഒരു സമയത്ത് ഈ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു പുള്ളിക്കാരി. കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക്. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് കാലത്തെ ട്രീറ്റ്മെൻറ്റിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒടുവിൽ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞ് അവരുടെ ലൈഫ് അടിപൊളിയായിരുന്നു. പക്ഷേ കൊച്ചിന് 1 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്നു. അവരുടെ ഈ ലവ് മാരേജ് ആയതുകൊണ്ട് 2 വീട്ടുകാരും അവരെ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ അവർ തളർന്നില്ല. ആ കൊച്ചിന് വേണ്ടിയിട്ട് അവർ ജീവിച്ചു. പക്ഷെ അതും അധികം നാൾ നിന്നില്ല. ആ കൊച്ചിനൊരു 5-6 വയസ്സുള്ളപ്പം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ മുന്നിൽ വെച്ച ആ കൊച്ചൊരു വണ്ടി ഇടിച്ച് മരിക്കുന്നു. അതിൻ്റെ ഷോക്കിൽ അവരിപ്പോഴും. എടി, നമ്മളെയൊക്കെ കാണുമ്പം ആ കൊച്ചിനെയാണ് അവർക്ക് ഓർമ്മ വരുന്നത്. എടി, ആ കൊച്ചി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറെക്കുറെ നമ്മുടെയൊക്കെ പ്രായമല്ലേ ഉണ്ടാവുക. പാവം. ഈ ദൈവം എന്ത് ക്രൂരനല്ലേ. ഇപ്പം ആ വീട്ടിൽ ആ അമ്മയും അവരെ നോക്കാൻ ഒരു ഹോം നേഴ്സ് മാത്രമേ. Ah